എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സമയങ്ങളായിട്ട് നമ്മൾ അനുകമ്പയെക്കുറിച്ചും അനുകമ്പാർദ്രമായ ജീവിതത്തെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അനുകമ്പ എന്താണ്, എംപതി എന്താണ്, സിമ്പതി എന്താണെന്നുള്ളതൊക്കെ. അപ്പം ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം ഒരുക്കിയതിന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് നടത്താൻ സഹായിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചിന്തകൾ പങ്കുവെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞാൻ സിമ്പതിയോ എംപതിയോ കമ്പാഷനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ചില ചിന്തകൾ മാത്രം പറഞ്ഞു വെക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ വന്ന 3 പഠനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 പഠനങ്ങളും കമ്പാഷനെ കുറിച്ചുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ പഠനം എന്ന് പറയുന്നത് 2022 പ്രസിദ്ധപ്പെടുത്തിയ ദ ജേർണൽ ഓഫ് സൈക്കോളജിക്കൽ വെൽബീങ് എന്ന് പറയുന്നൊരു ജേർണലിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത്, അനുകമ്പ എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ്സായിട്ടാണ് അവർ പറയുന്നത്. 2 പ്രധാനപ്പെട്ട മേഖലകളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. ഒന്ന് ലക്ഷ്യബോധവും മറ്റൊന്ന് സംതൃപ്തിയുമാണ്. ഇവ രണ്ടും ഉറപ്പായിട്ടും അനുകമ്പയുള്ള ഒരു മനുഷ്യന് ഉണ്ടാകുമെന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ലക്ഷ്യബോധം നമുക്ക് അനുകമ്പയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പഠനം എന്നുള്ളത് ഒരു മെറ്റാ അനാലിസിസ് ആണ്. പലർക്കും അറിയായിരിക്കും. ഒരു 100ഓളം പഠനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്നുമാണ് ഈ ഒരു റിസൾട്ട് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും സംതൃപ്തി നമുക്കറിയാം, അതോടൊപ്പം തന്നെ ലക്ഷ്യബോധവും ഇതുമായിട്ട് കമ്പാഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് തെളിയിക്കുന്നു. പ്രധാനമായിട്ട് പറയുന്നത്, അനുകമ്പയുള്ള പ്രവർത്തനങ്ങളിൽ പതിവായി ഏർപ്പെടുന്ന വ്യക്തികൾ അവരോട് ചുറ്റുമുള്ള വ്യക്തികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതായും അവരുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ഉള്ളതായിട്ടാണ് കാണുന്നത്. മറ്റൊരു പഠനം തെളിയിക്കുന്നത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 2021 നടത്തിയൊരു പഠനം തെളിഞ്ഞു വെക്കുന്നത്, അനുകമ്പയുടെ പ്രവർത്തനങ്ങൾ വിശ്വാസവും സഹാനുഭൂതിയും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ പഠനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എത്രമാത്രം നമുക്ക് അനുകമ്പയുള്ള വ്യക്തിയായി മാറാം എന്നുള്ളതാണ്. ഇതിനെ സൈക്കോളജി പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അവന്റെ ഇന്നേറ്റ് ആയ ഒരു ക്വാളിറ്റിയാണ് എന്ത്, അനുകമ്പ എന്നുള്ളത്. പക്ഷേ ലോകത്തിലെ പ്രശ്നങ്ങളായിട്ട് നേരിടുമ്പോൾ, അവന്റെ തന്നെ ബുദ്ധിമുട്ടുകളായിട്ട് നേരിടുമ്പോൾ പതുക്കെ അനുകമ്പ കുറഞ്ഞോ കൂടിയോ ഇരിക്കാമെന്നാണ് പറയുന്നത്. ടിബറ്റൻ ബുദ്ധാചാര്യനായ ഏറ്റവും ബഹുമാനപ്പെട്ട ദലൈലാമ പറഞ്ഞു വെക്കുന്നത്, സ്നേഹവും അനുകമ്പയും ആവശ്യങ്ങളാണ്, മറിച്ച് ആഡംബരങ്ങളല്ല എന്നുള്ളതാണ്. മനുഷ്യരാശിക്ക് ഇവയില്ലാതെ ഒരു കാരണവശാലും അതിജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. തൊട്ടു മുൻപ് ഡോക്ടർ ഗായത്രി പറഞ്ഞു വെച്ചു, ഈ അനുകമ്പ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മൾ 2 വശങ്ങളെ കുറിച്ച് പറയാണ്. പഠനം സൈക്കോളജി പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്നുള്ളത്, ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അനുകമ്പയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസസും അവൻ അനുകമ്പ ഇല്ലാത്ത ലെവലിലോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ ലെവലിലോട്ടോ മാറുന്നു എന്നുള്ളതാണ്. ബുദ്ധിസ്റ്റ് ഫിലോസഫി പറഞ്ഞു വെക്കുന്നത് അനുകമ്പ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്ലൈഡ് ബുദ്ധിസ്റ്റ് സൈക്കോളജി എന്ന് പറയപ്പെടുന്ന ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഇടയായി. നാഗ്പൂർ വെച്ചിട്ടാണ് ആ പഠനം നമ്മൾ നടത്തിയത്. അപ്പം അതിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി അവർ പറഞ്ഞു വെക്കുന്നത്, അതൊരു 4 വീക്ക് കോഴ്സായിരുന്നു. അതിൽ 2 ആഴ്ച നമ്മളെ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ്ലി അബൌട്ട് കമ്പാഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു കമ്പാഷനേറ്റ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് 2 ആഴ്ചത്തെ മൊഡ്യൂള്. മൊത്തം 12 ആഴ്ചയിലെ മൊഡ്യൂളായിരുന്നു. ഇൻട്രൊഡക്ടറി മൊഡ്യൂളാണ് ആദ്യത്തെ 4 ആഴ്ചയായിട്ട് വരുന്നത്. ആദ്യം 1 ആഴ്ച 2 ആഴ്ച മൊത്തം പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ കമ്പാഷൻ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യം എങ്ങനെയായിരുന്നു, കമ്പാഷൻ ഡെവലപ്പ് ചെയ്യാതെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അപ്പം ഒരു പ്രൈമറി ആയിട്ട് പറഞ്ഞു വെക്കുന്നത്, എത്രമാത്രം വേഗം കമ്പാഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നന്നായിട്ട് മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യന്റെ ഒപ്പം ജീവിക്കാനും അവന്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സോഷ്യൽ വർക്കും സാമൂഹിക പ്രവർത്തനവും കമ്പാഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവയെക്കുറിച്ച്, ഇതിന്റെ പ്രാക്ടിക്കൽ വശത്തെ കുറിച്ച് കുറേ പഠനങ്ങൾ നമ്മളിപ്പോൾ നടത്തി. ഒരുപാട് എക്സ്പീരിയൻസിലെ ആൾക്കാർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് കമ്പാഷൻ എന്നുള്ളതാണ്.
നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട്, കമ്പാഷൻ ഇല്ലാത്ത ഒരു വ്യക്തി ഷീ ഓർ ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ സോഷ്യൽ വർക്ക് എന്നാണ് പറഞ്ഞു വെക്കുക. നമ്മൾ ക്ലാസ്സുകൾ പറയുന്നതാണ്, കമ്പാഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമ്പാഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് വേണ്ടാന്ന് വെക്കുക. ഇതാണ് നമ്മുടെ ഫിലോസഫിയായിട്ട് നമ്മൾ പലപ്പോഴും വെക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ കമ്പാഷൻ ഡെവലപ്പ് ചെയ്യണം ബൈ യുവർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനങ്ങളിലൂടെ. അല്ല എങ്കിൽ നിങ്ങൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് വേണ്ടാന്ന് വെക്കണം എന്നാണ് നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുള്ളത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ കമ്പാഷനെ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ഒരുപാട് തലത്തിലുള്ള പ്രശ്നങ്ങൾ, അത് വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇവയെല്ലാം നമ്മൾ കാണുകയും പഠിക്കുകയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കമ്പാഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പലപ്പോഴും നമ്മളെ എംപതി സിമ്പതി വാക്കുകൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും എംപതൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവയിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അവൻ്റെ ഒരു എൻവയറൺമെന്റ് മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും കമ്പാഷൻ വേണം. അതായത് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനുമുള്ള അതിതീക്ഷ്ണമായ ആഗ്രഹവും ശ്രമവും വേണം എന്നുള്ളതാണ്. അതില്ല എങ്കിൽ പലപ്പോഴും സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ഇവിടെയുണ്ട്. സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളോടായിട്ട് ഞാൻ പറഞ്ഞു വെക്കുന്നതാണ്, അവ ഇല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ആക്ടിവിറ്റി മാത്രമായി, അല്ലെങ്കിൽ ടാസ്ക് മാത്രമായിട്ട് മാറും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് ഡെഡ് ലൈൻസ് തരും, അല്ലെങ്കിൽ ആക്ടിവിറ്റി തരും, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കാണണം, ഒരു വ്യക്തിയെ കാണണം, ഒരു സെഷൻ നടത്തണം, ഒരു കൗൺസിലിംഗ് നടത്തണം എന്നൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ് തരും. അവയെല്ലാം വെറും ആക്ടിവിറ്റി മാത്രമായിട്ട് മാറും. മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ആക്ടിവിറ്റി മാത്രമാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. മറിച്ച് ഒരു സെഷൻ മാത്രമായിട്ടോ ഒരു സംസാരം മാത്രമായിട്ടോ മാറും. മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏറ്റവും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അനുകമ്പ എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞു വെച്ചു. അതോടൊപ്പം ഈ ഒരു പ്രൊഫഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും മുന്നോട്ട് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ല് കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. പലപ്പോഴും നേരത്തെ ഡോക്ടർ പറഞ്ഞു, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരുപാട് പേഷ്യൻസിനെ കണ്ട് പലപ്പോഴും അനുകമ്പ കുറയുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് സഫറിങ് കാണുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു, അനുകമ്പയിലൂടെ മാത്രമേ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളത്. മനുഷ്യന് നൽകാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ് അനുകമ്പ എന്ന് പറഞ്ഞ റൂമിയുടെ വാക്കുകൾ ഞാൻ എൻ്റെ ചെറിയ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അനുകമ്പയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും ഒരു പ്രവർത്തനവും ഉണ്ടാകട്ടെ എന്നും, നമുക്ക് എല്ലാവർക്കും ഒരു അനുകമ്പ കൂടുതൽ ഓരോ ദിവസവും കൊടുക്കാൻ സാധിക്കട്ടെ എന്നും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.